ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ട കുറച്ച് ഹിസ്റ്ററി ബുക്സ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ക്ലാസ് 6 പാഠം 1 മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. അടുത്തത് ക്ലാസ് 7 പാഠം 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ക്ലാസ് 7 തന്നെ പാഠം 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ക്ലാസ് 7 പാഠം 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ക്ലാസ് 7 പാഠം 8 നവകേരള സൃഷ്ടിക്കൽ. അപ്പോൾ എത്ര 4 ചാപ്റ്റർ 7 ഒരു ചാപ്റ്റർ 6 പറഞ്ഞത്. അടുത്ത നോക്കാം. ക്ലാസ് 9 പാഠം 1 മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. പാഠം 2 കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നുള്ളതാണ്. അടുത്ത നോക്കാം. ക്ലാസ് 10 അതിൽ പാഠം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. പാഠം 2 ലോകം 20-ാം നൂറ്റാണ്ടിൽ. പാഠം 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. പാഠം 5 സംസ്കാരവും ദേശീയതയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ചാപ്റ്റർ. പാഠം 6 സമരവും സ്വാതന്ത്ര്യവും. പാഠം 10 കേരളം ആധുനികതയിലേക്ക്. പാഠം 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. ക്ലാസ് 10 അപ്പോൾ 7 ചാപ്റ്റേഴ്സ് അല്ലേ, 7 വരെയുള്ള ചാപ്റ്റേഴ്സ്. അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ 1, 2, 4, 5, 6, 7 ഇത്രയും ചാപ്റ്റേഴ്സാണ്. അടുത്ത് നമുക്ക് നോക്കാം. ക്ലാസ് 11 കേട്ടോ. 11 ഗാന്ധിയൻ പഠനം എന്നൊരു ചാപ്റ്ററുണ്ട്, ഒരു പോർഷനുണ്ട് ചരിത്രത്തിൽ. അതിൽ 2ാമത്തെ അധ്യായം എം കെ ഗാന്ധിയുടെ രൂപാന്തരം 1-ാം ഘട്ടം. അധ്യായം 3 എം കെ ഗാന്ധിയുടെ രൂപാന്തരം 2-ാം ഘട്ടം. അധ്യായം 4 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക്. ഇത് ഇത്രയാണ് ഗാന്ധിയൻ പഠനത്തിൽ പഠിക്കാനുള്ള പ്ലസ് 1. അടുത്ത പ്ലസ് 2 ചരിത്രം നോക്കാം. അധ്യായം 4 ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം. അധ്യായം 8 കർഷകരും സെമീന്ദർമാരും രാഷ്ട്രവും കാർഷിക സമൂഹവും മുഗൾ സാമ്രാജ്യവും. അധ്യായം 9 രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും മുഗൾ രാജസഭകൾ. അധ്യായം 10 കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും ഔദ്യോഗിക പുരാരേഖ ശേഖരങ്ങളുടെ പരിശോധന. അടുത്ത അധ്യായം 11 കലാപകാരികളും രാജ്യം. 1857 കലാപം, അതിൻ്റെ ചിത്രീകരണം. അധ്യായം 12 മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും നിയമലംഘനവും അതിനപ്പുറം എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട്. അടുത്ത അധ്യായം 13 വിഭജനത്തെ മനസ്സിലാക്കൽ, രാഷ്ട്രീയ ഓർമ്മകൾ, അനുഭവങ്ങൾ. ഈ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ, അധ്യായം 13. അടുത്തത് അധ്യായം 12, 13. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു? അധ്യായം 7, അധ്യായം 8, അധ്യായം 9, 10, പിന്നെ 11, 12, 13. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് 12ാം ക്ലാസ്സിലെ ചരിത്രത്തിൽ വരുന്ന ടോപ്പിക്സാണ്. മാക്സിമം അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ ഉള്ളത് അപ്പോൾ നമ്മൾ പ്ലസ് 1 പറഞ്ഞു. പ്ലസ് 1 ഗാന്ധിയൻ പഠനവും പറഞ്ഞു. പ്ലസ് 2 ചരിത്രം എന്നുള്ള ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സയൻസിലുണ്ട് കേട്ടോ. പൊളിറ്റിക്കൽ സയൻസിൽ 2 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കണം. അത് പ്ലസ് 2 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അധ്യായം 1. പിന്നെ ഉള്ളത് അധ്യായം 4 ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. അങ്ങനെ 2 ചാപ്റ്റേഴ്സാണ്, 1ഉം 4ഉം 2 ചാപ്റ്റേഴ്സ്. പൊളിറ്റിക്കൽ സയൻസ് ആണ്, അത് നമുക്ക് ടെക്സ്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. പാർട്ട് 1 അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കിട്ടും, ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ആധുനിക ഇന്ത്യ എന്ന് പറഞ്ഞ മലയാളം വേർഷനും ഇറങ്ങുന്നുണ്ട്. അത് എല്ലാം ബിപിൻ ചന്ദ്രയുടെയാണ്. അപ്പോൾ ഏത് ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, ഇംഗ്ലീഷും മലയാളത്തിൽ ഏതാണ് നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളത് വെച്ചാൽ അങ്ങനെ എടുക്കുക. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബിപിൻ ചന്ദ്രയുടെ തന്നെ ഒരു ടെക്സ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിൻ്റെ മലയാളം വേർഷനാണത്. അത് നിങ്ങൾക്ക് മാക്സിമം വേണമെന്നുള്ളവർക്കും അതും യൂസ് ചെയ്യാം. കൂടുതൽ ഇൻഡെപ്തായിട്ട് പഠിക്കണമെന്നുള്ളവർക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ NCERT CBSE ടെക്സ്റ്റുകളാണ്. CBSE ടെക്സ്റ്റ് കേട്ടോ. നോക്കാം എന്തൊക്കെയാണ്. അവർ പാസ്റ്റ് അത് ക്ലാസ് 6 അവർ പാസ്റ്റ് 1 എന്ന് പറയുന്നത് NCERT ക്ലാസ് 7 8 അവർ പാസ്റ്റ് 2 and 3 എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ക്ലാസ് 9 ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 1ഉം ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 2 എന്ന് പറഞ്ഞ 2 ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ക്ലാസ് 10 തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ക്ലാസ് 12 തീംസ് ഇന്ത്യൻ ഹിസ്റ്ററി ഫസ്റ്റും ക്ലാസ് 12 തന്നെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി സെക്കൻഡും എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ CBSEക്ക് കിട്ടുന്ന ടെക്സ്റ്റുകളാണ്. കുട്ടികളിൽ നിന്ന് മേടിച്ച് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ളവർ കുറച്ചുകൂടെ ഇൻഡെപ്തി പഠിക്കണം എന്നുള്ളവർക്ക് മേടിച്ച് ഉപയോഗിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.